മഴ തോരും മുൻപേ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അലീനയുമായി തലേ രാത്രിയിൽ ഫോണിൽ സംസാരിച്ച് നിർത്തിയ ഉടൻ തന്നെ ബാലചന്ദ്രമേനോന് പെട്ടെന്ന് ശാരീരിക അസ്വസ്ഥതയുണ്ടാവുകയും അയാൾ കുഴഞ്ഞു വീഴുകയും ചെയ്തു. പുറത്ത് നിർത്തിയിട്ടിരുന്ന കാറിന്റെ ഹെഡ്ലൈറ്റ് ഓണായി കിടന്നിരുന്നതുകൊണ്ട് സംശയം തോന്നിയ അയൽവക്കത്തുകാരാണ് വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ ബാലചന്ദ്രമേനോൻ അത്യാസന്ന നിലയിൽ കിടക്കുന്നത് കണ്ടത്. അവരാണ് ആശുപത്രിയിൽ അദ്ദേഹത്തെ എത്തിച്ചത്. വിവരമറിഞ്ഞുകൊണ്ട് രാവിലെ തന്നെ അലീന കുളത്തുപുഴയിൽ നിന്നും പാലായിലേക്ക് വന്നു. മനുശങ്കർ ഗേറ്റിൽ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അലീനയെ കണ്ട് അവൻ വേഗം അടുത്തേക്ക് വന്നു. രണ്ടുപേരും പരസ്പരം നോക്കി ഏതാനും നിമിഷം നിന്നു, ആദ്യമായി കാണുന്നത് പോലെ ജിജ്ഞാസയോടെ. അലീന അല്പനിമിഷത്തെ മൗനത്തിന് ശേഷം ചോദിക്കുകയാണ്, അച്ഛനെ കാണാൻ പറ്റുമോ? മനുശങ്കർ ഒന്നും മിണ്ടാതെ അവളുടെ കൈ പിടിച്ച് കാഷ്വാലിറ്റിക്ക് മുന്നിലൂടെ നടന്നു. അവൻ്റെ വിരലുകൾക്ക് ഇളം ചൂടുണ്ടായിരുന്നു. സ്റ്റെയർ കേസ് കയറുമ്പോൾ അവൻ കൈവിട്ടു. അച്ഛൻ്റെ അടുത്ത് ഇപ്പോൾ ആരുണ്ട് മനുവേട്ട? ബബിതയുണ്ട്, അവളാണ് ബൈസ്റ്റാൻഡർ. രോഹിത്തും കൃഷ്ണമോളും അല്പം മുമ്പ് വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞു വിട്ടു. വെറുതെ എന്തിനാ ഹോസ്പിറ്റലിൻ്റെ കോറിഡോറിൽ ഇങ്ങനെ കാത്തുകെട്ടി നിൽക്കുന്നത്? അലീന വീണ്ടും ചോദിക്കുകയാണ്, എനിക്ക് അച്ഛനെ ഒന്ന് കാണാൻ പറ്റുമോ? ആ, നമുക്ക് നോക്കാം. അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ? ആ, പേടിക്കാനൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഒരു മൈൽഡ് സ്ട്രോക്ക് ആയിരുന്നു. നേരെ എതിർവശത്തെ വീട്ടിൽ താമസിക്കുന്ന ഡോക്ടർ ശർമ്മ ഇന്നലെ രാത്രി വീട്ടിലെത്തിയപ്പോൾ അങ്കിളുടെ കാറിൻ്റെ ഹെഡ്ലൈറ്റ് തെളിഞ്ഞു കിടക്കുന്നത് കണ്ടു. കുറേ നാളായി അടച്ചിട്ടിരുന്ന വീടല്ലേ, ഡോക്ടർ ശർമ്മ ശ്രദ്ധിക്കാതെ കയറിപ്പോയേനെ. പക്ഷേ കാറിൻ്റെ കിടപ്പ് കണ്ടപ്പോൾ പന്തികേട് തോന്നി. സിറ്റ് ഔട്ടിൽ ഇടിച്ചു കിടക്കുന്നത് പോലെ. ശർമ്മ ചെന്ന് നോക്കിയപ്പോൾ സംഗതി ശരിയാണ്, കാർ ഇടിച്ചിട്ടാണ് നിൽക്കുന്നത്. കാറിൽ ആരുമില്ല. സിറ്റ് ഔട്ടിൽ കയറി കോളിംഗ് ബെല്ലടിച്ചു, പക്ഷേ അകത്ത് ആളനക്കമില്ല. ഡോക്ടർ ശർമ്മ അയലത്തുകാരായ രണ്ടുപേരെ കൂടി വിളിച്ചു. അവർ വീടിനകത്ത് കയറി നോക്കിയപ്പോൾ അങ്കിള് സ്റ്റെയർ കേസിൽ വീണ് കിടക്കുകയായിരുന്നു. മൊബൈൽ ഫോൺ താഴെ വീണ് പല കഷ്ണങ്ങളായി ചിതറിയിരുന്നു. അപ്പോൾ അലീന, ഞാൻ ഇന്നലെ രാത്രിയിൽ വിളിച്ചിരുന്നു മനുവേട്ട അച്ഛനെ. അപ്പോഴൊന്നും കുഴപ്പമില്ലായിരുന്നല്ലോ. ആ, എന്തായാലും അങ്കിളുടെ ഭാഗ്യമുണ്ട്. സ്ട്രോക്ക് ഉണ്ടായി അധികം വൈകാതെ തന്നെ ഡോക്ടർ ശർമ്മ അങ്കിളിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അതുകൊണ്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അങ്കിൾ ഇന്നലെ കുറച്ചധികം കുടിച്ചിട്ടുണ്ടായിരുന്നത്രേ. രാത്രി സംസാരിച്ചപ്പോൾ എനിക്കും തോന്നിയിരുന്നു അച്ഛൻ കുടിച്ചിട്ടുണ്ടെന്ന്. അവർ കാർഡിയോളജി ICUവിൻ്റെ മുൻപിലെത്തി. മനുശങ്കർ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അങ്കിൾ ഇന്നലെ രാത്രി എന്തിനാണ് കടപ്പാട്ടൂരെ വീട്ടിൽ പോയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ രാവിലെ വീട്ടിൽ ചെന്ന് നോക്കി. കാർ എവിടെയൊക്കെയോ ഇടിച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലെ ബമ്പർ ഇളകി പറഞ്ഞ് പാലത്തിനടുത്ത് കിടപ്പുണ്ടായിരുന്നു. അതൊന്നും ഇല്ലാതെയാണ് കാർ ഓടിച്ച് കടപ്പാട്ടൂരെത്തിയത്. അലീന അപ്പോൾ പറയുകയാണ്, കൊല്ലപ്പള്ളിയിലെ കുടുംബയോഗത്തിന് ശേഷം അച്ഛൻ ഭയങ്കര മനോവിഷമത്തിലായിരുന്നു. ആരും തന്നെ ഒന്നും വിളിച്ചില്ലല്ലോ എന്നുള്ള വേദനയുണ്ടായിരുന്നു. അച്ഛൻ ആരുമില്ലെന്ന ഒരു തോന്നലുണ്ടായി എന്ന് തോന്നുന്നു. ആ, നീ എന്തെങ്കിലും കഴിച്ചോ? ചായ കുടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ വിശക്കുന്നില്ലേ? എനിക്കറിയാലോ പട്ടാളക്കാരൻ്റെ വീട്ടിലെ ചിട്ടയൊക്കെ. 7 മണിക്ക് മുമ്പ് അവിടെ എവിടെയാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക? എനിക്ക് വിശക്കുന്നില്ല മനുവേട്ട. മനുശങ്കർ ഡ്യൂട്ടി നേഴ്സിനെ കണ്ട് ഇപ്പോൾ അലീനയ്ക്ക് ICUവിൽ കയറി പേഷ്യൻറ്റിനെ കാണാൻ കഴിയുമോ എന്ന് തിരക്കി. ഇനി ഉച്ചയ്ക്ക് ഇപ്പോൾ ബൈസ്റ്റാൻഡറായി നിൽക്കുന്ന കുട്ടി ഊണ് കഴിക്കാൻ പുറത്തിറങ്ങുമ്പോൾ പകരം ഒരാൾക്ക് കയറാം. ICUവിൽ വിസിറ്റേഴ്സ് അലൗഡ് അല്ലെന്ന് അറിയാമല്ലോ. നിർബന്ധമാണെങ്കിൽ ഡോക്ടറെ കണ്ട് ചോദിക്കണം. പക്ഷേ അതൊരു നല്ല ശീലമല്ല. ഇത്രയും പറഞ്ഞിട്ട് നേഴ്സ് അവിടെ നിന്ന് പോയി. അപ്പോൾ അലീന, ഉച്ചയ്ക്ക് കയറിയാൽ മതി മനുവേട്ട. ആ, എങ്കിൽ വെറുതെ ഇവിടെ നിൽക്കണ്ട, വാ. മനുശങ്കർ അവളെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ നിന്നും അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കൊടുത്തു. മനുവേട്ടൻ കഴിച്ചായിരുന്നോ? ആ, രോഹിത്തും ബബിതയും കൃഷ്ണമോളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ഞങ്ങളെല്ലാവരും കൂടി വന്ന് കഴിച്ചു. ഞാനൊരു ചായ കുടിക്കാൻ തൽക്കാലം. വെള്ളയപ്പവും കടലക്കറിയുമായിരുന്നു അലീന ഓർഡർ ചെയ്തത്. മനുശങ്കർ അവളുടെ പ്ലേറ്റിൽ നിന്നും ചിലപ്പോൾ ഓരോ കടല പിറക്കി വായിലിട്ടു. താൻ കഴിക്കുന്ന പ്ലേറ്റിൽ നിന്നും എടുക്കുന്നതിൽ കുറച്ചിലോ മറ്റുള്ളവർ കാണുമെന്ന ചമ്മലോ അവനില്ല. അലീനയ്ക്കപ്പോൾ അവനോട് എന്തെന്നില്ലാത്ത സ്നേഹവും വാത്സല്യവും തോന്നി. ഇടയ്ക്ക് മനുശങ്കർ പറയുകയാണ്, അച്ഛനും ഗംഗാധരനങ്ങളും കൂടി രാവിലെ തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട് ജയന്തി ആൻറ്റിയെ കൂട്ടിക്കൊണ്ടുവരാൻ. ആ, അത് മനുവേട്ടൻ എന്നെ ഓർപ്പിച്ചിരുന്നല്ലോ ഇടയ്ക്ക്. അവരവിടെ എത്തുമ്പോഴേക്കും ആൻറ്റി സ്ഥലം വിട്ട് കളയുമോ എന്നാണ് അവരുടെ സംശയം. അമ്മ അവർക്കൊപ്പം തിരികെ വരുമെന്ന് എനിക്കും തോന്നുന്നില്ല മനുവേട്ട. പക്ഷേ തിരിച്ചു വരാതെ പറ്റില്ലല്ലോ. വേറെ എന്താണ് മുൻപിലുള്ള വഴി? അല്ല മനുവേട്ട, ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ ആലോചിക്കുകയായിരുന്നു അമ്മ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്ന്. ഇപ്പോൾ എനിക്കറിയാം നമ്മൾ വിചാരിക്കുന്ന പ്രശ്നമല്ല അമ്മയുടെ മുൻപിലുള്ളത്. ഒരു ദിവസം മുൻപാണ് ഞാനത് മനസ്സിലാക്കിയത്. ഞാൻ ആദ്യം വിചാരിച്ചത് അമ്മയുടെ മുൻപിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഞാനായിരിക്കുമെന്നാണ്. പക്ഷേ അതൊന്നും അല്ല. ആരുടെയെല്ലാം മുൻപിലാണ് അമ്മ തകർന്നു വീണത്? അമ്മയ്ക്ക് നീ സ്വന്തം മക്കളുടെ മുഖത്ത് പോലും നോക്കാൻ കഴിയില്ലല്ലോ. അമ്മ ആരായിരുന്നുവെന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞില്ലേ? ഉടനെ മനുശങ്കർ പറയുകയാണ്, എന്നുവെച്ച് ആൻറ്റി ആരെങ്കിലും കുറ്റപ്പെടുത്തുവോ, കളിയാക്കുവോ, കുത്തുവാക്ക് പറഞ്ഞ് നോവിക്കുവോ? എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല. അല്ലെങ്കിൽ തന്നെ കുറ്റം ആൻറ്റിയുടേതല്ലെന്ന് എല്ലാവർക്കും അറിയാം. വാസ്തവത്തിൽ അച്ഛനും ഗംഗാധരനങ്ങളുമാണ് മറ്റുള്ളവരെ ഫേസ് ചെയ്യുവാൻ വിഷമിക്കുന്നത്. അല്ല മനുവേട്ട, അങ്ങനെയല്ല. അമ്മയ്ക്കിനി കണ്ണാടിയിൽ പോലും സ്വന്തം മുഖം നോക്കാൻ പറ്റില്ല.
അതും അമ്മയെ കളിയാക്കുന്നതായി അമ്മയ്ക്ക് തോന്നും. കാരണം എല്ലാവരുടെയും മുൻപിൽ അമ്മ സ്വയം അത്രമാത്രം വലുതാക്കി കാണിച്ചിരുന്നു. അച്ഛൻ്റെ മുൻപിൽ ഇനി അമ്മയ്ക്ക് തലയുയർത്താൻ പറ്റുമോ? മക്കളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അമ്മ ചൂളിപ്പോവില്ലേ? താൻ ആരായിരുന്നുവെന്നും എന്തൊക്കെയാണ് താൻ മറച്ചു വച്ചതെന്നും ഇവർക്കെല്ലാം അറിയാമല്ലോ എന്നുള്ള ഓർമ്മ അമ്മയുടെ മനസ്സിൽ കിടന്ന് നീറിക്കൊണ്ടിരിക്കും. എല്ലാവരും യഥാർത്ഥത്തിൽ അമ്മയെപ്പറ്റി കരുതുന്നതിനേക്കാൾ 1000 ഇരട്ടിയായി അമ്മയത് കാണും. അമ്മയുടെ മനസ്സിൽ തന്നെ അമ്മയൊരു നികൃഷ്ട ജീവിയാണിപ്പോൾ. അമ്മയതിനെ എങ്ങനെ മറികടക്കുമെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് ഉത്തരം കിട്ടുന്നില്ല. ഭയങ്കര കഷ്ടമാണ് മനുവേട്ട. നമ്മൾ ആരും വിചാരിക്കുന്നത് പോലെ അല്ല അമ്മയുടെ അവസ്ഥ. മനുശങ്കർ അവളുടെ മുഖത്തേക്ക് നോക്കി തലയാട്ടി. അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു എല്ലാം. ശരിയാണ്, നമ്മുടെ മുൻപിലുള്ള ആൻറ്റി അല്ല ആൻറ്റിയുടെ മുൻപിലുള്ള ആൻറ്റി. മറ്റുള്ളവരുടെ കണ്ണിൽ കൂടി കാണുന്ന അങ്കിളും ബന്ധുക്കളും മക്കളുമല്ല ആൻറ്റിയുടെ കണ്ണിൽ തെളിയുന്ന ഭർത്താവും മക്കളും ബന്ധുക്കളും. അലീന തലകുലുക്കി. അവൾ ചോദിക്കുകയാണ്, എന്താ ഇതിനൊരു പരിഹാരം? മനുശങ്കറിന് അറിയില്ല. അലീന കഴിച്ചു തീർന്നു. മനുശങ്കർ ബില്ലും പേ ചെയ്തു. ക്യാൻറ്റീനിൽ നിന്നും ഇറങ്ങിയ ശേഷം അവൾ പറയുകയാണ്, എനിക്ക് രോഹിത്തിനെയും കൃഷ്ണമോളെയും ഒന്ന് കാണണം. ഇനി ഉച്ചയാവുമ്പോഴല്ലേ അച്ഛനെ കാണാൻ പറ്റൂ. അപ്പോഴേക്കും തിരിച്ചു വരാം. ആ, അതിനെന്താ, ആയിക്കോട്ടെ, ഞാൻ നിന്നെ അങ്ങോട്ട് വിടാം. വേണ്ട മനുവേട്ട, ഇവിടെ ആരെങ്കിലും വേണ്ടേ? ഞാൻ കാറിൽ പോയിക്കൊള്ളാം. എൻ്റെ കൂടെ ബൈക്കിലിരിക്കാൻ നിനക്ക് മടിയായിരിക്കും അല്ലേ? അയ്യോ ഇല്ല. ഇത് കഷ്ടോ മനുവേട്ട, ഇങ്ങനെയൊന്നും പറയല്ലേ. ഒരത്യാവശ്യം വന്നാൽ ഇവിടെ ആരും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. അങ്ങോട്ട് 5 മിനിറ്റ്, തിരിച്ചിങ്ങോട്ടും 5 മിനിറ്റ്. നിന്നെ ഗേറ്റിൽ ഇറക്കിയിട്ട് ഞാനിങ്ങ് പോരും. എന്താ? അലീനെ അവനെ നോക്കി ഒന്ന് പുഞ്ചിരി തൂക്കി. ആ ചിരിയുടെ അഴകിൽ മുഗ്ധനായി അവൻ ഒരു നിമിഷം സ്വയം മറന്നു നിന്നു. പെട്ടെന്ന് അലീന പറയുകയാണ്, മനുവേട്ട ഞാൻ ഇപ്പോൾ വരാവേ. അവൾ കാറിൻ്റെ അടുത്തേക്ക് നടന്നു. ബൈജു കാറിനരികെ നിൽപ്പുണ്ടായിരുന്നു. അവൾ ചോദിച്ചു, ഭക്ഷണം കഴിച്ചോ? ആ കഴിച്ചു. അലീന പേഴ്സിൽ നിന്ന് പണം എടുത്തു കൊടുത്തു. ഇനി ബൈജു പൊക്കോ, വെറുതെ എന്തിനാ നിൽക്കുന്നേ? ഒരു ഓട്ടോ പിടിച്ച് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ചെന്നാൽ മതി. അവിടുന്ന് പുനലൂർക്ക് ബസ് കിട്ടും. അപ്പോൾ ബൈജു ചോദിക്കുകയാണ്, അല്ല എൻ്റെ സഹായമൊന്നും ഇവിടെ ആവശ്യമില്ലേ? ഇവിടെ എന്തിനും ആളുണ്ട് ബൈജു. ഇപ്പോൾ തന്നെ ഞാൻ തനിയെ ഡ്രൈവ് ചെയ്ത് പോന്നോളാമെന്ന് പറഞ്ഞതല്ലേ. പിന്നെ പപ്പ സമ്മതിക്കാഞ്ഞിട്ടാണ് ബൈജുവിനെ കൂട്ടിയത്. അവിടെ ചെല്ലുമ്പോൾ വല്ലതും പറയണോ പപ്പയോട്? ആ, സുഖമായി എത്തിയെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇനി എന്നാ അങ്ങോട്ട് തിരികെ? കുറച്ച് ദിവസം കഴിയും. ബൈജു കാറിൻ്റെ സ്വിച്ച് കീ അലീനയെ ഏൽപ്പിച്ചു. അതിനുശേഷം യാത്ര പറഞ്ഞു പോയി. അലീന മനുശങ്കറിൻ്റെ അടുക്കലേക്ക് ചെന്നു. അവൻ ബൈക്കിൽ ചാരി നിൽക്കുകയായിരുന്നു. പോവാം മനുവേട്ടാ. മനുശങ്കർ ബൈക്ക് സ്റ്റാർട്ടാക്കി. അലീന പിൻപിൽ കയറിയിരുന്നു. അവളെയും കൊണ്ട് നഗരത്തിരക്കിലൂടെ ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ അവൻ എന്തെന്നില്ലാത്തൊരു അഭിമാനം തോന്നി. താൻ ഇനി മുതൽ തനിച്ചല്ല. തങ്ങൾ ഒന്നിച്ചുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് തടയാൻ ആർക്ക് കഴിയും? ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ അവൻ്റെ മനസ്സൊരു കുതിരയെപ്പോലെ കുതിച്ചു പാഞ്ഞു. മനുശങ്കർ 5 മിനിറ്റ് എന്ന് പറഞ്ഞത് കൃത്യമായിരുന്നു. ഗേറ്റിനോട് ചേർത്തവൻ ബൈക്ക് നിർത്തി. അലീന ഇറങ്ങി. താങ്ക്സ്, അവൾ മന്ദഹാസത്തോടെ പറയുകയാണ്. അപ്പോൾ അവൻ ചോദിച്ചു, ഞാൻ എപ്പോഴാണ് വരേണ്ടത്? അത് പിന്നെ മനുവേട്ട, ഞാൻ രോഹിത്തിൻ്റെ വണ്ടിയിൽ. ഞാൻ എപ്പോഴാണ് വരേണ്ടതെന്നാണ് ചോദിച്ചത്. അലീന അപ്പോൾ പുഞ്ചിരിയോടെ, ഞാൻ അവിടെ എത്തേണ്ട സമയത്തിന് ഒരു 5 മിനിറ്റ് മുമ്പ്. ഓക്കെ, സീ യു. മനുശങ്കർ ബൈക്ക് അവിടെയിട്ട് വളച്ചു തിരികെ ഓടിച്ചുപോയി. അലീന 2 നിമിഷം അത് നോക്കി നിന്നിട്ട് ഗേറ്റ് തുറന്ന് അകത്തേക്ക് നടന്നു. വീടിൻ്റെ വാതിൽ അടഞ്ഞു കിടന്നു. അലീന ഡോർബെല്ലടിച്ച് കാത്തു നിന്നു. രോഹിത്താണ് വാതിൽ തുറന്നത്. അലീനയെ കണ്ടതും അവൻ്റെ കണ്ണുകൾ ആശ്ചര്യം കൊണ്ട് വിടർന്നു. അവൻ ചോദിക്കുകയാണ്, ഇതെന്തൊരതിശയം? അലീന ചേച്ചി എങ്ങനെ വന്നു? അവൻ മുറ്റത്തേക്കും ഗേറ്റിലേക്കും ഒക്കെ നോക്കി. അപ്പോൾ അലീന, ഇന്ന് വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേടാ. അല്ല, എന്നാലും ഇത്ര പെട്ടെന്ന്? നേരെ ആശുപത്രിയിലോട്ടാണ് വന്നത്. അവിടുന്ന് മനുവേട്ടൻ ബൈക്കിൽ ഇവിടെ കൊണ്ടുവിട്ടു. എന്നിട്ട് മനുവേട്ടൻ എവിടെ? ആ, എന്നെ ഇറക്കി അപ്പോഴേ തിരിച്ചുപോയി. രോഹിത്ത് അതിശയം തീരാതെ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. നീ എന്താ കണ്ടിട്ടില്ലാത്തതുപോലെ നോക്കുന്നേ? ഇത് വേറൊരു കാഴ്ചയല്ലേ ചേച്ചി? ഇതുവരെ കണ്ടതുപോലെ അല്ലല്ലോ. ആഹാ, എന്താ ഇതുവരെ കണ്ടതിലൊന്നും വ്യത്യാസം? ഇനിയിപ്പോൾ ആരോടൊന്നും മറച്ചു പിടിക്കണ്ടല്ലോ. എൻ്റെ സ്വന്തം ചേച്ചിയാണെന്ന് എനിക്ക് എല്ലാവരോടും ധൈര്യമായിട്ട് പറയാമല്ലോ. എന്തൊരു സ്വാതന്ത്ര്യമാ, എന്തൊരു അവകാശമാ. അവൻ അത്യധികമായ സന്തോഷത്തോടെയാണത് പറഞ്ഞത്. അലീന അപ്പോൾ അവൻ്റെ ശിരസിൽ മെല്ലെ തഴുകിക്കൊണ്ട് പറയുകയാണ്, നിനക്കിത്തിരി ക്ഷീണമുണ്ട്. അവൻ ആ കൈത്തലം പിടിച്ച് നെറ്റിയിലും കവിളത്തും ചേർത്തു. എനിക്ക് പനിയുണ്ടോന്ന് നോക്കിയേ. പനിയുണ്ടോ? ആ, ചുമ്മാ നോക്ക്. അവൾ അവൻ്റെ നെറ്റിയിലും കഴുത്തിലും കൈവച്ച് നോക്കി. ഏയ്, പനിയൊന്നുമില്ല. നിന്റെ വിളച്ചില അല്ലേ? രോഹിത്ത് ചെറുതായൊന്നും മന്ദഹസിച്ചു. എന്നിട്ട് ചോദിക്കുകയാണ്, ചേച്ചി അച്ഛനെ കണ്ടോ? ഇല്ലടാ, ഇനി ഉച്ചയ്ക്ക് കാണാൻ പറ്റൂ. ഇവിടെ വേറൊരാളെ കാണാനുണ്ടല്ലോ. അവളെവിടെ? ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് അലീന ചേച്ചി വരുമെന്നും പറഞ്ഞ് സ്കൂളിൽ പോലും പോകാതെ ഇവിടെ നിൽക്കുകയായിരുന്നു. പറയുന്നതിനിടയിൽ അവൻ തിരിഞ്ഞു നോക്കി. റൂമിൻ്റെ വാതുക്കൽ ഒരു തലയകത്തേക്ക് പിൻവലിയുന്നത് രോഹിത്തും അലീനയും കണ്ടു. രോഹിത്ത് പതിയെ പറയുകയാണ്, കള്ളി പാത്തു നിൽക്കുന്നുണ്ട്. അലീന ഹാൻഡ് ബാഗ് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അവൾ കൃഷ്ണജയുടെ മുറിയുടെ വാതുക്കൽ ചെന്ന് നോക്കി. തൊട്ടപ്പുറത്ത് ചുമരിൽ ചാരി പിണങ്ങിയ മട്ടിൽ മുഖം താഴ്ത്തി കൃഷ്ണജ നിൽക്കുന്നത് കണ്ടു. അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോഴേക്കും അലീനയുടെ കണ്ണുകൾ ഈറാനണിഞ്ഞു. മോളെ,
അലിവൂർന്ന വിളിയോടെ അവൾ തൊടാനായി കൈനീട്ടി. കൃഷ്ണജ ഒഴിഞ്ഞു മാറുന്നതുപോലെ ചുമരിലൂടെ നിരങ്ങി നീങ്ങി. എടി, പിണക്കാണോടി നിനക്ക്? അലീന അവളുടെ തോളത്തേക്ക് എത്തിപ്പിടിച്ചു. അവൾ പിടികൊടുക്കാതെ പിന്നെയും നീങ്ങി നിന്നു. അലീന അപ്പോൾ പറയുകയാണ്, മോളെ, നിന്നെ കാണാനല്ലേ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പോഴേക്കും കൃഷ്ണജയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ പൊഴിയുവാൻ തുടങ്ങി. അലീന തൊട്ടു മുൻപിൽ ചെന്നു. മേശയുടെ തടസ്സം കാരണം കൃഷ്ണജയ്ക്ക് ഇനി നീങ്ങാൻ സ്ഥലമുണ്ടായിരുന്നില്ല. അലീന അവളുടെ താടിത്തുമ്പ് പിടിച്ചു മുഖമുയർത്തിയതും അവൾ വിതുമ്പി തുടങ്ങി. അലീന അവളെ മുറുകെ ആശ്ലേഷിച്ചു. അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്ത് വെച്ച് ഉമ്മ നൽകി. രണ്ട് കണ്ണിലും മാറി മാറി ഉമ്മ വെച്ചുകൊണ്ട് മന്ത്രിക്കുകയാണ്. സോറി എൻ്റെ പൊന്നുമോള്, ചേച്ചിയോട് ക്ഷമിക്കണം. സോറി സോറി. കൃഷ്ണജ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് അലീനയെ മുറുകെ കെട്ടിപ്പിടിച്ചു. അവൾക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നുവെങ്കിലും അങ്ങനെ കെട്ടിപ്പിടിച്ച് കരയാനല്ലാതെ മറ്റൊന്നിനും കഴിഞ്ഞില്ല. വാതിലിനപ്പുറത്ത് നോക്കി നിന്ന രോഹിത്തിന്റെ ചുണ്ടിൽ പുഞ്ചിരിയും കണ്ണിൽ മിഴിനീരും ഒരുമിച്ച് ഒളിച്ചു കളിച്ചു. ശ്രീകുമാർ മൊബൈൽ ഫോണിലൂടെ ശാന്തിപുരത്തേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തുകൊണ്ട് കാറിനടുത്ത് തന്നെ നിലകൊണ്ടു. തങ്ങളുടെ മുൻപിൽ ധർമ്മഗിരി ആശ്രമത്തിന്റെ പുറം മതിൽക്കെട്ട് പായൽ പിടിച്ച് ഇളം പച്ച നിറത്തിൽ കാണപ്പെട്ടു. മതിൽക്കെട്ടിന്റെ ഉൾഭാഗം കാവു പോലെ മരങ്ങൾ ഇടതിങ്ങിയതായിരുന്നു. വെള്ള നിറമടിച്ച ഗേറ്റ് എല്ലായ്പ്പോഴും തുറന്നു തന്നെ കിടന്നു. ഗംഗാധര മേനോനും ശിവശങ്കര മേനോനും വന്നുകൊണ്ടിരുന്ന കാറ് ശാന്തിപുരത്തെത്താൻ പിന്നെയും 1/4 മണിക്കൂർ കൂടി എടുത്തു. നേർത്ത് മഴ ചാറിക്കൊണ്ടിരുന്നതിനാൽ ശ്രീകുമാർ കുട ചൂടിയാണ് നിന്നത്. വൈജയന്തിയുടെ കാറ് തിരിച്ചറിഞ്ഞ് അതിന് പിന്നിലായി ശിവശങ്കര മേനോൻ കാർ നിർത്തി. ശ്രീകുമാർ കുട ചൂടി അവരുടെ അടുത്തേക്ക് ചെന്നു. കാറിലേക്ക് കയറുവാൻ ഗംഗാധര മേനോൻ ആംഗ്യം കാട്ടി. ശ്രീകുമാർ ഡോറ് തുറന്ന് ബാക്ക് സീറ്റിൽ കയറിയിരുന്നു. ഗംഗാധര മേനോൻ അപ്പോൾ ശാസനാസ്വരത്തിൽ ശ്രീകുമാറിനോട് ചോദിക്കുകയാണ്, എന്താ സംഭവം? നിന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നതല്ലേ ജയന്തിയെ നോക്കിക്കൊള്ളണമെന്ന്. എനിക്ക് ബലമായിട്ട് പിടിച്ചു വെക്കാൻ പറ്റുമോ ഗംഗേട്ടാ? ഇന്നലെ തുടങ്ങിയ ടെൻഷനാണ്. രാത്രി ഒരു പോള കണ്ണടച്ചിട്ടില്ല. ജയന്തി ചേച്ചിക്ക് ആശ്രമത്തിൽ പോകണമെന്ന് ഒരേ ശാഠ്യം. ഇവിടെ മുൻപൊരിക്കൽ വന്നിട്ടുണ്ടത്രേ. കാറിൻ്റെ ചാവിക്ക് വേണ്ടി വഴക്ക് മുറിയപ്പോൾ ഞാൻ പറഞ്ഞു, ശരി ഞാൻ കൊണ്ടുപോകാമെന്ന്. ഇവിടെ വന്നപ്പോൾ കാറിൽ നിന്നും ഇറങ്ങി നേരെ ആശ്രമത്തിലേക്ക് പോയി. അങ്ങോട്ട് അന്യവാഹനങ്ങൾക്ക് പ്രവേശനമില്ല. 1.5 മണിക്കൂർ ഞാനിവിടെ കാത്തുനിന്നു. പിന്നെ നടന്ന ആശ്രമത്തിലെത്തി. ഇവിടുന്ന് നോക്കുന്നത് പോലെ അല്ല, കുറേ ദൂരം നടക്കണം അങ്ങോട്ട്. ഞാൻ നടന്ന് അവിടെ എത്തിയപ്പോൾ ചേച്ചി എന്നോട് പറയുകയാണ് ഗാർഗി മഠത്തിൽ ഭജനമിരിക്കാൻ പോവുകയാണെന്ന്. 41 ദിവസം. ഭ്രാന്താണോ എന്ന് ചോദിക്കേണ്ടി വന്നു എനിക്ക്. അത്രയ്ക്ക് ദേഷ്യം വന്നു. ഉടനെ ശിവശങ്കര മേനോൻ ചോദിക്കുകയാണ്, എന്നിട്ട് അവൾ എന്തു പറഞ്ഞു നിന്നോട്? ചേച്ചി എൻ്റെ കൂടെ തിരിച്ചു പോരുന്നില്ല. എനിക്കെൻ്റെ സമനില തെറ്റിപ്പോയി. ഇന്നലെ മുതൽ ഞാൻ അനുഭവിക്കുകയാണ് ഈ പീഡ. ഇത് ഭയങ്കര ചതിയായിപ്പോയി. ചേച്ചിയും കൊണ്ടല്ലാതെ ഞാൻ തിരിച്ചു പോകുന്നില്ല എന്നെല്ലാം ഞാൻ അങ്ങോട്ട് തട്ടിക്കയറി. ആര് കേൾക്കാൻ? മന്ദബുദ്ധികൾ നോക്കുന്നത് പോലെ എൻ്റെ മുഖത്തേക്ക് നോക്കി ഓർമ്മയും ബോധവും ഇല്ലാത്തതുപോലെ അങ്ങ് നിൽക്കുകയാണ്. ഞാൻ കൈക്ക് പിടിച്ചപ്പോൾ എൻ്റെ കൈ കുതറി തിരിഞ്ഞൊരു നടത്തം. ഞാൻ എന്ത് ചെയ്യാനാ? തിരിച്ചിവിടെ വന്ന് കാത്തു നിൽക്കുകയാണ് ഞാൻ. ശ്രീകുമാറിൻ്റെ ദേഷ്യവും സങ്കടവും നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല. ഗംഗാധര മേനോന് അയാളുടെ മാനസികാവസ്ഥ മനസ്സിലായി. ശരി, നീ വിഷമിക്കണ്ട, ഇനി ഞാൻ നോക്കിക്കൊള്ളാം, നീ തിരിച്ചു പോയിക്കോ. അങ്ങനെ പോകുന്നത് ശരിയല്ലല്ലോ, എനിക്കിവിടെ അറിയണ്ടേ. അപ്പോൾ നീ വരുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ അങ്ങോട്ട്? വരാം, അതിനെന്താ? ഗംഗേട്ട, അതിനകം വേറൊരു ലോകമാണ്. കുറേ സന്യാസിമാരും ഭക്തരും കുറേ കെട്ടിടങ്ങളും ക്ഷേത്രവും ശരണാലയവും. നമ്മുടെ തല ആകെപ്പാടെ ചുറ്റിപ്പോകും. വീണ്ടും ഗംഗാധര മേനോൻ ചോദിക്കുകയാണ്, ശ്രീകുമാറെ, മൊത്തത്തിൽ അവളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്? നിനക്ക് എന്താ തോന്നുന്നത്? ബുദ്ധിഭ്രമം ബാധിച്ചതുപോലെ വല്ലതും തോന്നുന്നുണ്ടോ? ഗംഗേട്ട, ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടുള്ള ജയന്തി ചേച്ചി അല്ല ഇപ്പോൾ. ഒട്ടും കോൺഫിഡൻസ് ഇല്ല. ആരെയും ഫേസ് ചെയ്യാൻ വയ്യ. അപകടം പിടിച്ചൊരു സ്ഥലത്ത് വഴി അറിയാതെ അലഞ്ഞു നടക്കുന്ന ഒരാളിനെ പോലെ വല്ലാത്തൊരു വേവലാതിയിലാണ്. ഗംഗാധര മേനോനും ശിവശങ്കര മേനോനും ഒപ്പം ശ്രീകുമാറും ആശ്രമത്തിലേക്ക് പോവുകയാണ്. തുറന്നു കിടന്ന ഗേറ്റിന് മുകളിൽ കമാന ആകൃതിയിൽ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ധർമ്മഗിരി സച്ചിദാനന്ദാശ്രമം, ശാന്തിപുരം. അതിന് കീഴിലൂടെ 3 പേരും നടന്നു നീങ്ങി. റോഡ് പാദം പുതയുന്ന പൂഴി മണലാണ്. വിശാലമായൊരു തെങ്ങിൻ തോപ്പ്. തെങ്ങുകൾക്കിടയിലൂടെ കുറെ അകലെ തിരമറിയുന്ന നീലക്കടൽ കാണാം. കുറെ ദൂരം ചെന്നപ്പോൾ ഒരു മതിൽക്കെട്ടുകൂടി കണ്ടു. ആശ്രമ കെട്ടിടങ്ങളും കാണായി. അവിടെ ഒറ്റ തിരിഞ്ഞു നിൽക്കുന്ന ഒറ്റനില കെട്ടിടങ്ങൾ, ഓടിട്ടതും കോൺക്രീറ്റ് ചെയ്തതും ഒക്കെയുണ്ട്. സ്കൂൾ ഷെഡ് പോലെ നീണ്ടതും വീട് പോലെയുള്ള ചതുരാകൃതിയിലുള്ളതുമുണ്ട്. ഒട്ടുമാവുകളും ബദാം മരങ്ങളും കെട്ടിടങ്ങൾക്കിടയിലുള്ള വളപ്പിൽ പടർന്നു പന്തലിച്ച് നിൽപ്പുണ്ട്. അവയുടെ ചുവട്ടിൽ ഭംഗിയായി തറ കെട്ടിയിരിക്കുന്നു. പൊതുവെ ശാന്തവും സ്വച്ഛവുമായ അന്തരീക്ഷം. ഒരിടത്തും ഒരു തിക്കും തിരക്കുമില്ല. എന്നാൽ ആളുകളെ കാണാം. സന്യാസിമാർ കാവ്യെടുത്തിട്ടുണ്ട്. അവർ ഓരോരോ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. വിദേശികളായ അന്തേവാസികളെയും ഇടയ്ക്കിടെ കാണാമായിരുന്നു. ക്ഷേത്രവും ക്ഷേത്രക്കുളവും ഊട്ടുപുരയും അഗതി മന്ദിരവും പ്രാർത്ഥനാ ഹാളും ഭജനമഠവും സ്ത്രീകൾക്കായും അന്തേവാസികൾക്കായും സന്യാസിമാർക്കുമായുള്ള താമസ സ്ഥലങ്ങളും ഓഡിറ്റോറിയവും ഗുരുമന്ദിരവും പ്രഭാഷണ വേദികളും ഇവയെല്ലാം ചേർന്ന് മറ്റൊരു ലോകം. ശ്രീകുമാർ അപ്പോൾ വിരൽ ചൂണ്ടിക്കാട്ടിക്കൊടുത്തു. ദേ, ആ കാണുന്നതാണ് ഗാർഗി മഠം.
സ്ത്രീകളുടേത് വേറൊരു സ്ഥലമാണ്. വൈജയന്തി അവിടെയാണുള്ളതെന്ന് ശ്രീകുമാർ പറഞ്ഞു. 3 പേരും അങ്ങോട്ട് പോയി. വെള്ള പെയിന്റ് അടിച്ച ഒരു കെട്ടിടം അവിടെ ഓഫീസ് പോലെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. കാവി നിറമുള്ള സാരി ധരിച്ച ഒരു സ്ത്രീയെ സമീപിച്ച് ഗംഗാധരമേനോൻ തങ്ങളുടെ ആഗമനോദ്ദേശം അറിയിച്ചു. അപ്പോൾ ബാഡ്ജും കുത്തി വോളണ്ടിയറെ പോലെ പ്രവർത്തിക്കുന്ന മറ്റൊരു സ്ത്രീയെ വിളിച്ച് അവർ ഭജനമഠത്തിലേക്ക് അയച്ചു. ഗംഗാധരമേനോനും മറ്റും വെളിയിൽ കാത്തു നിൽക്കുകയാണ്. അവിടെ ഇരിപ്പിട സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സ്വാമിമാർ പോലും സിമന്റിട്ട വരാന്തയിലായിരുന്നു ഇരുന്നിരുന്നത്. ഭജനമഠത്തിലേക്ക് പോയ സ്ത്രീ കുറെ കഴിഞ്ഞ് മടങ്ങി വന്നു. അവർക്ക് നിങ്ങളെ ആരെയും കാണാൻ താല്പര്യമില്ല എന്ന് പറയുന്നു. ഏയ്, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. ഞങ്ങൾ അവളുടെ മൂത്ത സഹോദരന്മാരാണ്. ഇന്നലെ മുതൽ അവൾ വീട് വിട്ടു പോയിരിക്കുകയാണ്. ഞങ്ങൾക്ക് അവളെ തിരിച്ചു കൊണ്ടുപോയെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. കാവി ധരിച്ച സ്ത്രീ ശാന്തമായി തിരികെ ചോദിക്കുകയാണ്. അവർ വരുന്നില്ല എങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? വരണമല്ലോ, വന്നേ പറ്റൂ. അവരാരാണ് എന്താണ് എന്നറിയാതെ നിങ്ങൾക്ക് ഇങ്ങനെ എങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു? പുറത്തുനിന്നൊരു കള്ളനോ കൊലപാതകയോ പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടിക്കയറി ഇവിടേക്ക് വന്നാൽ നിങ്ങൾ ഇങ്ങനെ പറയുമോ? അവർക്കിവിടെ അഭയം കൊടുക്കുമോ? അവരെ നിയമത്തിന് വിട്ടുകൊടുക്കാതെ പിടിച്ചു വെക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഗംഗാധരമേനോന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പിന്നെയും പറയുകയാണ്, ഇതിനപ്പുറത്ത് സന്ദർശകർക്കുള്ള ഒരു വിശ്രമശാലയുണ്ട്. നിങ്ങൾ അവിടെ ചെന്നിരിക്കണം. ഞാൻ സ്വാമിയോട് സംസാരിക്കാം. സ്വാമിനി വന്ന് നിങ്ങളെ കാണും. ഒരു സന്യാസിനി അവരെ വിശ്രമ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചുമരോട് ചേർന്ന് 3 വശത്തും സിമന്റ് ബെഞ്ചുകളുണ്ടായിരുന്നു. അല്പസമയമേ അവർക്കവിടെ കാത്തിരിക്കേണ്ടി വന്നുള്ളൂ. തൂവെള്ളയണിഞ്ഞ മധ്യവയസ്കയായ ഒരു സ്ത്രീ അവിടേക്ക് ഏകയായി നടന്നു വരുന്നത് കാണാമായിരുന്നു. അവർ വിശ്രമശാലയിലേക്ക് കയറിയപ്പോൾ 3 പേരും എഴുന്നേറ്റ് നിന്നു. അവരുടെ പ്രസന്ന ഗാംഭീര്യത്തിന്റെ മുൻപിൽ അഹന്തയോടെ ഇരിക്കുവാൻ ആർക്കും സാധ്യമല്ലായിരുന്നു. നൈർമല്യവും കുലീനതയും ദ്യോതിപ്പിക്കുന്ന വിശാല നെറ്റിത്തടവും ഊർജ്ജസ്വലമായ വലിയ കണ്ണുകളും ശാന്തസുന്ദരമായ ഭാവവും എല്ലാം ഒരു യോഗിനിയുടെ പരിവേഷത്തിനപ്പുറമായിരുന്നു. ഇരിക്കൂ, ഇരിക്കൂ. അവർ കഴുത്തിലൂടെ സാരി ചുറ്റിപ്പുതച്ചു. ശിവശങ്കരമേനോൻ അവരെ ഒന്ന് നോക്കി. അവരുടെ മുടി നെറ്റിത്തടത്തിന്റെ ഇടതുഭാഗത്തുകൂടി ഒരു വെള്ള അരുവി ചരിഞ്ഞൊഴുകുന്നതുപോലെ നരച്ചിട്ടുണ്ട്. നെറ്റിയിൽ ഒരു കളഭക്കുറി, ഒരു ചെറിയ രുദ്രാക്ഷമാല കഴുത്തിലണിഞ്ഞിട്ടുണ്ട്. ഒരു മന്ദഹാസം പൊഴിച്ചുകൊണ്ട് 3 മുഖത്തേക്ക് നോക്കി അവർ പറയുകയാണ്, എൻ്റെ പേര് അഭയാംബിക. ഗാർഗിമഠത്തിന്റെ ചുമതലക്കാരിയാണ്, സന്യാസിനിയാണ്. എന്ത് കാര്യവും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഉടനെ ഗംഗാധരമേനോൻ പറയുകയാണ്, ഞങ്ങളുടെ ഒരു സഹോദരി ഇവിടേക്ക് വന്നിട്ടുണ്ട്. വീട്ടിലാരെയും അറിയിക്കാതെ പോന്നതാണ്. ഞങ്ങൾക്ക് അവളെ തിരികെ കൊണ്ടുപോകണം. അതിനുവേണ്ടി പാല എന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾ യാത്ര ചെയ്തു വന്നിരിക്കുകയാണ്. അപ്പോൾ അഭയാംബിക പറയുകയാണ്, നിങ്ങളുടെ സഹോദരിയെ ഞാൻ കണ്ടു. എൻ്റെ അടുത്തേക്കാണ് അവർ വന്നത്. ഞാനൊന്നും ചോദിച്ചില്ല. വീട്ടിലറിയിക്കാതെ ഓടിപ്പോന്നിരിക്കുകയാണ് എന്നെനിക്ക് മനസ്സിലായി. അവളുടെ കയ്യിലും കാലിലും കഴുത്തിലുമെല്ലാം പൊട്ടിയ ചങ്ങലകളാണ് ഞാൻ കണ്ടത്. അങ്ങനെ തന്നെ അവളെ തിരികെ കൊണ്ടുപോകണോ നിങ്ങൾക്ക്? പദങ്ങളുടെ അർത്ഥവും വ്യാപ്തിയും ഭാവാന്തരങ്ങളും സ്വാമിനി അഭയാംബികയുടെ അക്ഷരസ്ഫുടതയുള്ള പ്രൗഢഗംഭീരമായ സ്വരത്തിൽ വളരെ വ്യക്തമായിരുന്നു. പക്ഷേ ഗംഗാധരമേനോൻ രോഷാകുലനായി പറയുകയാണ്, അവൾക്ക് ഭർത്താവുണ്ട്, മക്കളുണ്ട്, ഒരു പ്രൊഫഷണൽ കോളേജിലെ അധ്യാപികയായി ജോലി നോക്കുകയാണ്. അതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഇവിടെ വന്നിങ്ങനെ താമസിക്കുന്നത് ശരിയാണോ? ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നവർക്കുള്ള സ്ഥലമാണോ ഇത്? സ്വാമിനി പുഞ്ചിരി തൂകി. എന്നിട്ട് അവർ പറയുകയാണ്, നിങ്ങളുടെ സഹോദരിയെ ഞാൻ കാണുന്നില്ല. അവളുടെ കടമകൾ മാത്രമേ കാണുന്നുള്ളൂ. അവൾ ആരെന്നോ എവിടെ നിന്നെന്നോ എനിക്കറിയില്ല. എൻ്റെ അരികിൽ വരുമ്പോൾ അവൾക്ക് സംസാരിക്കാൻ വയ്യായിരുന്നു. ഒരു ബാലികയെപ്പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ എൻ്റെ കാൽക്കൽ വന്ന് വീണു. ഞാൻ അവളെ താങ്ങിയെടുത്തു. എൻ്റെ തോളിൽ കിടന്ന് അവൾ കരഞ്ഞുകൊണ്ടേയിരുന്നു. നിങ്ങൾ വരുമ്പോഴും അവൾ കരയുകയാണ്. നിങ്ങൾക്ക് അവളെ ഈ അവസ്ഥയിൽ കൊണ്ടുപോകണോ? ആരും ഒന്നും മിണ്ടിയില്ല. അപ്പോൾ അവർ വീണ്ടും പറയുകയാണ്, എന്തെല്ലാം കടമകളുണ്ടായാലും എന്തൊക്കെ സംഭവിച്ചിരുന്നാൽ തന്നെയും അതിനേക്കാൾ എല്ലാം വലുത് അവളുടെ ഹൃദയ സൗഖ്യമല്ലേ? അവൾ ആത്മഹത്യ ചെയ്തു പോയാൽ അവളുടെ കടമകളെപ്പറ്റി നിങ്ങൾ ആരോട് പരാതി പറയും? അത്രമാത്രം പ്രക്ഷുബ്ധമാണ് അവളുടെ മനസ്സ്. അതടങ്ങണം. ഒരാളെ ചേർത്ത് പിടിക്കുമ്പോൾ എനിക്കറിയാം അവർ ആരാണെന്നും അവരുടെ ഉള്ളിൽ എന്താണെന്നും. സഹോദരിയോട് സ്നേഹമുള്ളവരാണെങ്കിൽ നിങ്ങളിപ്പോൾ തിരികെ പോവുക. ശിവശങ്കരമേനോൻ ജ്യേഷ്ഠനെ നോക്കി. ഗംഗാധരമേനോനും ആശയക്കുഴപ്പത്തിലായിരുന്നു. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് അവളെ അന്വേഷിക്കാം. ഇവിടെ അവൾക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല. ഗാർഗിമഠം ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകളുടെ അഭയസ്ഥാനമാണ്. മനസ്സ് തകർന്നുപോയി എത്രയോ പേര് ഇവിടെ വന്ന് ആന്തരിക സൗഖ്യം വീണ്ടെടുത്തു പോയിരിക്കുന്നു. ഗംഗാധരമേനോൻ വീണ്ടും ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് അവളെ ഒന്ന് കാണാൻ സാധ്യമല്ലേ? അതിന് മറുപടിയായി അവർ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് അവളെ കാണണമോ എന്നുള്ളതല്ല മുഖ്യം, അവൾക്ക് നിങ്ങളെ കാണണമോ എന്നുള്ളതാണ്. അവൾക്ക് കാണേണ്ടത് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ അടുത്തു നിന്നല്ലേ അവൾ ഓടിപ്പോന്നത്. ഒരുപക്ഷെ നിങ്ങളും അതിനൊക്കെ കാരണക്കാരാവും. ഗംഗാധരമേനോന്റെ മുഖം പെട്ടെന്ന് വിവരണമായി. തങ്ങളുടെ മനോവ്യാപാരങ്ങൾ ശുഭ്രവസ്ത്രധാരിയായി യോഗിനി അവരുടെ ധ്യാനതീഷ്ണമായ മിഴികൾ കൊണ്ട് ഒപ്പിയെടുക്കുകയാണെന്ന് അയാൾക്ക് തോന്നി. ഗംഗാധരമേനോൻ പറയുകയാണ്, അവൾക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവൾ നന്നാവണമെന്നും നല്ല ഭാവി ഉണ്ടാകണമെന്നും മാത്രമേ ഞങ്ങളും ആഗ്രഹിച്ചിട്ടുള്ളൂ. അവൾക്ക് ചിലപ്പോൾ അത്
എന്നോട് നിങ്ങളൊന്നും പറയണ്ട. ഞാൻ നിങ്ങളുടെ സഹോദരിയോടൊന്നും ചോദിക്കുന്നുമില്ല. അവൾ തനിയെ മനസ്സ് തുറക്കും. അപ്പോൾ കാണുന്നതും കേൾക്കുന്നതുമൊക്കെയായിരിക്കും സത്യം. ഗംഗാധരമേനോൻ ആലോചനയോടെ തലയാട്ടിക്കൊണ്ടിരുന്നു. എന്നിട്ട് പറയുകയാണ്, ശരി, ഞങ്ങൾ തിരിച്ചു പോയിക്കൊള്ളാം. അയാൾ പിന്നെയും എന്തോ പറയുവാൻ ഭാവിച്ചപ്പോൾ സ്വാമിനി അഭയാംബിക ഒരു മന്ദഹാസം കൊണ്ടത് തടഞ്ഞു. എന്നിട്ട് അവർ വീണ്ടും പറയുകയാണ്, വെറും വാക്ക് പറയുന്നത് കൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടോ? നമുക്ക് മുൻപോട്ട് പോകാം. അവർ സാന്ത്വന രൂപേണ പറയുകയാണ്, നിങ്ങൾ വളരെ സമാധാനമായി പോയിക്കൊള്ളൂ. വളരെ നന്ദി. ഗംഗാധരമേനോൻ ഇത് പറഞ്ഞിട്ട് എഴുന്നേറ്റു. കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരും ഒരുമിച്ച് എഴുന്നേറ്റു. വിശ്രമശാലയിൽ നിന്നും അയാളാണ് മുൻപ് ഇറങ്ങിയത്. പിറകെ ശിവശങ്കരമേനോനും ശ്രീകുമാറും. അവർ പോകുന്നതും നോക്കിക്കൊണ്ട് സ്വാമിനി അഭയാംബിക അല്പനേരം നിന്നു. പിന്നെ ഗാർഹിക മഠത്തിലേക്ക് നടന്നുപോയി. ധർമ്മഗിരി ആശ്രമത്തിന് പുറത്തു വന്ന ശേഷം ഗംഗാധരമേനോൻ അനുജനോടും ശ്രീകുമാറിനോടുമായി പറയുകയാണ്, ഒരു കണക്കിൽ അത് നന്നായി. അവൾക്കവിടെ എന്തെങ്കിലും ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ. നമുക്കിപ്പോൾ എന്തു ചെയ്യാൻ പറ്റും? ശ്രീകുമാറെ, നീ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നൊന്ന് അന്വേഷിക്കണം. ജയന്തിയുടെ കാറ് നീ വീട്ടിൽ കൊണ്ടുപോയിട്ടേക്ക്. തിരികെ വരുമ്പോൾ അവൾക്ക് അത് കൊണ്ടുവരാമല്ലോ. ശ്രീകുമാർ തലയാട്ടി സമ്മതിച്ചു. ഈ ആശ്രമത്തെപ്പറ്റി നീ ആരോടെങ്കിലും അന്വേഷിക്കണം. പലയിടത്തും കള്ളത്തരങ്ങൾ പലതും നടക്കുന്നുണ്ട്. പക്ഷേ നമ്മളോട് സംസാരിച്ച യോഗിനിക്ക് വലിയ അറിവും പാണ്ഡിത്യവും ഒക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നി. പെട്ടെന്ന് ആളുകളെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. ചിലർക്ക് അങ്ങനെയൊരു സിദ്ധി ഉണ്ടല്ലോ. അപ്പോഴും ശ്രീകുമാർ തലയാട്ടുക മാത്രം ചെയ്തു. മടങ്ങിപ്പോവുകയല്ലാതെ 3 പേർക്കും അവിടെ ഇനി ഒന്നും ചെയ്യുവാനുണ്ടായിരുന്നില്ല.